ഹലോ, വെൽക്കം ടു പ്രിയറസ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പ്രിയ. റസാഖ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പേര് നമ്മളോട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ളൊരു വീഡിയോ ആണ്. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യായിരുന്നു, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്. യെസ്. നല്ല അപ്പോൾ രസമാണ്. ഹോസ്പിറ്റൽ ബാഗിംഗ് ആണ്, ഞാൻ ഓൾറെഡി പാക്കിംഗ് ആണ്, ബാഗ് പാക്കിംഗ് ആണ് ഇന്ന് കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും കെട്ടഴിക്കാൻ പോവാണ്. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം. അപ്പോൾ വീഡിയോ കിടക്കല്ലേ? അപ്പോൾ വീഡിയോ കിടക്കാം. ഓക്കെ. തക്കടോ, നീ മമ്മിയുടെ ചെരുപ്പൊക്കെ കിട്ടുക എന്തിനാ? എല്ലാ കുട്ടികളും പണിയത് അല്ലേ? അവർക്ക് ചെരുപ്പുണ്ടെങ്കിലും മമ്മിമാർ ഓളെ ചെരുപ്പ് എടുക്കണം അവിടെ. എന്നിട്ട് മമ്മിയുടെ ചെരുപ്പ് കിടക്കും. എന്താ വേണ്ടത് അറിയോളെ? മമ്മിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ചെരുപ്പാ. ഇവിടെ നോക്കിയാ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. പാപ്പു നിൽക്കണാ കുഞ്ഞാ? ഓർമ്മിപ്പിക്കേണ്ട, അപ്പോൾ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ബേബിക്കുള്ള സാധനങ്ങൾ കാണിക്കാം. അത് മൊത്തം ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിനകത്താണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാം. എപ്പോഴും ഒരുക്കിയിട്ട് അടക്കിയിട്ട് നമുക്ക് അന്ന കഴിച്ച് വേറെ ആളുള്ളൂ. അതെ, ഓർഗനൈസ് ചെയ്ത് വെക്കാനല്ലേ? ഫുൾ ടൈം ഒരിക്കലും എടുക്കലും വക്കലും. അതെ, ഇതിനെ എത്ര പ്രാവശ്യം തുറന്നടിച്ചിട്ടുണ്ടാവും. ഇന്നെ നോക്കണ്ട, ഇതിൽ നോക്കി പറഞ്ഞു. ഞാൻ എന്താന്ന് വിചാരിച്ചാൽ മതി ക്യാമറ. അപ്പൊ ഗൈസ്, ഇതന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം എല്ലാം അങ്ങനെ ചെക്ക് ചെയ്ത് എല്ലാം ഇല്ലേ എനിക്കൊരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വൈറ്റ് ക്ലോത്ത്. ഇത് പൊതുവേ നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കുഞ്ഞാവയുടെ സമയത്തും തക്കുടൂൻ്റെ സമയത്ത്, കുഞ്ഞാറ്റയുടെ സമയത്തും തക്കുടൂൻ്റെ സമയത്തൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ക്ലോത്ത്. ഡെലിവറി കഴിഞ്ഞിട്ട് ബേബീനെ ഒന്ന് തുടയ്ക്കാനും അതിനൊക്കെ ആയിരിക്കും തോന്നുന്നു. ഇവരെന്താണ് ഈ സാധനം കൊണ്ട് ചെയ്തത് നമുക്കറിയില്ല. ഒരു തക്കുടൂൻ്റെ സമയത്ത് തക്കുടൂനെ ഇതിനകത്ത് റാപ്പ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു വൈറ്റ് ക്ലോത്തിനകത്ത്. എന്നിട്ട് പിന്നെ അവരുടെ ഒരു ഇത് വെച്ചിട്ടാണ് പൊതിഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യം അവർ ചോദിക്കുന്നു ഇപ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ മാറി എന്നാലും ചിലപ്പോൾ അവിടുന്ന് ചോദിക്കുന്നു വിചാരിച്ചിട്ട് ഇത് തന്നെയാണ് ആദ്യം എടുത്തു വെച്ചിട്ടുള്ളത്. നന്നായി വാഷ് ചെയ്ത് ഡെറ്റോളിലൊക്കെ മുക്കി ഉണക്കി അയൺ ചെയ്ത് എന്താ പറയുക, സാനിറ്റൈസ് ചെയ്തിട്ട്. കാരണം ബേബിക്ക് വേണ്ടിയുള്ളതാണല്ലോ. അപ്പോൾ ഇത് മാത്രമല്ല, എല്ലാ ക്ലോത്തുകളും നമ്മൾ പുതിയത് വാങ്ങിയതാന്ന് വിചാരിച്ചിട്ട് അതൊന്നും അലക്കാണ്ടിരിക്കാൻ പാടില്ല. അതെ, അത് പുതിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്തിന്റെ പൊടി ഉണ്ടല്ലോ, അലർജിയൊക്കെ വരാനൊക്കെ. അതെ, അപ്പൊ അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡെറ്റോളിലൊക്കെ മുക്കി ഉണക്കി വെച്ചുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഫസ്റ്റ് ഈ സാധനം വൈറ്റ് ക്ലോത്ത്. കാക്കു കണ്ടോട്ടെ അതൊക്കെ എവിടെ വെക്കുന്നുള്ളത്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാകുമ്പോ ഇതൊക്കെ എടുത്തു കൊടുക്കേണ്ട. ഇത് മാത്രം അല്ല, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ എല്ലാന്ന് പറഞ്ഞാലോ. റിസീവിംഗ് ബ്ലാങ്കറ്റും ഉണ്ട്, അതും വേണ്ട. അത് ചെറുതായിരിക്കും. തൽക്കാലം റൂമിൽ എത്തിക്കേണ്ടത്. ഇതിലാണ് നമ്മൾ അപ്പൊ ഇത് കേട്ടോ, ഫസ്റ്റ് വൺ ഇതാണ്. പിന്നെ റിസീവിങ് ബ്ലാങ്കറ്റ്, ഇതും കഴുകി ഉണക്കിയിട്ടുള്ള സംഭവമാണ്. ഇത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ബേബിനെ പിടിക്കാൻ വേണ്ടി അവർ തരുന്നത് ചെറിയൊരു ബ്ലാങ്കറ്റ് ആയിരിക്കും. അപ്പൊ അതിനെക്കാട്ടിലും ബെറ്റർ നമുക്ക് കയ്യിൽ പിടിക്കാൻ നല്ല അതെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം. ഇതും വൃത്തിയായിട്ട് കഴുകി ഉണക്കി വെച്ചത്. പിന്നെ ന്യൂ ബോൺ ജബ്ലാസ്, മസ്ലിൻ ക്ലോത്തിലുള്ള ന്യൂ ബോണിൻ്റെ ഉടുപ്പുകൾ, കെട്ടുന്ന ഉടുപ്പോ ബട്ടണുള്ള ഉടുപ്പോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ എന്താ വെച്ചാൽ അത് മേടിച്ചോളുക. അതും നന്നായിട്ട് വൃത്തിയാക്കിയിട്ടില്ലേ ഡെറ്റോളിലൊക്കെ. അതെ, അത് അങ്ങനെ ഫസ്റ്റ് നമ്മൾ ബേബിക്ക് ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സുകളാണല്ലോ. ഇതിലൊരു 6 ജബ്ലാസ് ആണ് കേട്ടോ ഉള്ളത്, 6 സെറ്റാണുള്ളത്. ഇത് നെക്സ്റ്റ് ഐറ്റം മസ്ലിൻ ക്ലോത്ത്സ് ആണ് കേട്ടോ. ഇത് എത്ര 5 തോന്നണേ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2 മക്കൾക്കും ഈ വലിയ ബ്ലാങ്കറ്റ് ഇട്ട് പുതയ്ക്കണതും അതിലിങ്ങനെ ചുറ്റി പിടിക്കണതും ഒക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അല്ലേ? അവരെ അത് കരയുമായിരുന്നു. അപ്പോൾ അത് അന്നിപ്പോൾ ചൂടുള്ള ടൈമാണ്, ഇന്ന് തണുപ്പുള്ള ടൈമാണ്. എന്താ സംഭവം ആ, അപ്പോൾ എന്താണെന്നറിയില്ല. എന്തായാലും അവർ 2 പേരും പുതയ്ക്കാനും അങ്ങനെയൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ആരത്. അപ്പോൾ മസ്ലിൻ ക്ലോത്ത് വെച്ചിട്ടാണ് ജസ്റ്റ് അവരെ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ മസ്ലിൻ ക്ലോത്ത് വാങ്ങിയിട്ട്, മസ്ലിൻ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചൂട് ബേബിക്ക് കിട്ടും ചെയ്യും, എന്നാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും പറ്റും. അപ്പോൾ മസ്ലിൻ ക്ലോത്ത് മസ്റ്റാണ്. അപ്പോൾ അത് മസ്ലിൻ ക്ലോത്ത്. നീ എടുക്കാതൊക്കെ വലിച്ചിട്ട് ഞാൻ ഇത് ഇനി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കട്ടെ. അത് ചെറിയ ക്ലോത്ത് ഒന്നുമല്ല, ഇത് വലുത് നമുക്ക്
ബേബീനെ പൊതിയാനും പറ്റും, ബേബിക്ക് പുതച്ചു കൊടുക്കാനും പറ്റും. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലോത്താണിത്. അപ്പോൾ നമ്മൾ മറ്റേ ബേബി ക്യാരി ബാഗ് ഉണ്ട്, ക്യാരി ബെഡ് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ബേബീനെ കിടത്തുന്ന സമയത്ത് നേരിട്ട് അതിനകത്തേക്ക് കിടത്താണ്ട് ഈ ഒരു കുഞ്ഞ് മസ്ലിൻ ക്ലോത്തിലും കൂടെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് അതിനകത്തേക്ക് കിടത്തുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഈ പുതിയ അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, പഴയ അമ്മമാരാണെങ്കിൽ ചിലവർക്ക് ഈ മസ്ലിൻ ക്ലോത്ത് എന്താണെന്നോ. അപ്പോൾ എൻ്റെ അറിവ് ആവശ്യക്കാർക്ക് വേണ്ടി പറയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മസ്ലിൻ ക്ലോത്ത് എന്ന് പറയുന്നത്. കണ്ട അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. പണ്ഡിതരാന്ന് തോന്നുന്നു, തത്വം പറഞ്ഞിട്ടില്ലേ? അതെ, കണ്ട ഇത്രയും വലിപ്പമുണ്ട്. ഇത് പൊളിച്ചു കൊടുക്കാനൊക്കെ നന്നായിരിക്കും, നല്ലതാ, നമുക്ക് പിടിക്കാനും സുഖം. അപ്പോൾ നെക്സ്റ്റ് മടക്കിച്ചിട്ട് നമുക്ക് ഇനി ബാക്കി ചെയ്യാം, അല്ലെങ്കിൽ ഇനി എന്നെ പിന്നെ മടക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ തന്നെയുള്ള മടക്കണ്ടേ. അത് അത്ര ഞാൻ തിരക്കിലുള്ള മോളെ. തക്കൂടെ എന്തൊക്കെ ഒപ്പിക്കുന്നുണ്ട്? എന്താ ഒപ്പിക്കുന്നേ? എന്താ കാട്ടുന്നേ? ഞാൻ കൊണ്ടുവച്ച ബ്രഷ് ഒക്കെ അതെടുത്തിരുന്നേ. ബ്രഷ് ഇപ്പോഴല്ലോ, അത് കൊണ്ടുപോകല്ലേ തക്കൂടോ? എന്തൊക്കെ കാട്ടുന്നേ? ഇനിയിപ്പോ അതെടുത്ത് പല്ലേക്കോ ആവോ? തുറക്കണ കണ്ടിച്ചപ്പോ വേഗം വെച്ചോ, മമ്മി ചീത്ത പറയും. അയ്യോ മമ്മി വരണ്ട, നോക്ക് മമ്മി നോക്കണുണ്ടോ മമ്മി? അയ്യോ. നെക്സ്റ്റ് വന്നിട്ട് ജിം സ്യൂട്ട്, ബേബീൻ്റെ ഫുള്ള് കവർ ചെയ്ത് വരുന്ന ആ ടൈപ്പ് ഡ്രസ്സുകൾ ഉണ്ടല്ലോ, അതാണ്. ഒരു കാല് മുതൽ തല വരെ ഒരു 4 എണ്ണം വെച്ചിട്ടുണ്ട്. നല്ല ഡ്രസ്സുകൾ, ഐ മീൻ നമ്മൾ ഇപ്പോൾ പുതപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ചില കുട്ടികൾക്ക് പുതയ്ക്കുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ അവർക്ക് ചൂട് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്ലോത്ത് ഇങ്ങനെ ഫുൾ കവറായിട്ട് വരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാനൊരു 4 എണ്ണം വെച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയുന്നുണ്ട്, അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ഫുൾ കവർ ചെയ്ത് കുഞ്ഞു ബേബീസിനും വലിയ ബേബീസിനും ഒക്കെ ഇടുന്ന ഒരു സാധനം. ഫുൾ കൈയാണ്, ഫുൾ കാലും തലയൊക്കെ മൂടി വരുന്ന ഒരു സാധനം. പിന്നെ വന്നിട്ട് ഇത് ഒരു കുഞ്ഞു ടർക്കിയാണ് കേട്ടോ, അത്ര കനമില്ലാത്ത ടർക്കി, സാധാ ടർക്കി. ആവശ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. പിന്നെ കുഞ്ഞു ബേബികൾ എപ്പോഴൊക്കെയാ മൂത്രം ഒഴിക്കാന്ന് അറിയില്ലല്ലോ, അപ്പോൾ കുറച്ച് 2 മസ്ലിൻ ക്ലോത്ത് എക്സ്ട്രാ വേറെ വെച്ചിട്ടുണ്ട്. ഇത് തക്കുടുവിൻ്റെ മസ്ലിൻ ക്ലോത്ത് ആണ് കേട്ടോ. തക്കുട് ജനിച്ചിട്ട് അധികം കാലൊന്നും ആയിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ ഇതൊക്കെ ഫ്രഷ് സാധനങ്ങൾ തന്നെയാണ്. ഞാൻ ഒന്നും കൂടെ ഒന്ന് അലക്കി മടക്കി വെച്ചതാണ്. തക്കുടു വാ, പൂവല്ലേ വാ, അടിച്ചല്ലേ തക്കുടു പെണ്ണെ കണ്ട തക്കുടു ഇതൊക്കെ വലിച്ചിട്ട് പോയിക്കോള്. നെക്സ്റ്റ് വന്നിട്ട് മറ്റേ നമ്മൾ ബേബീനെ ബെഡിൽ കിടത്തുന്ന സമയത്ത് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ബേബി ബെഡിലേക്ക് ഇറങ്ങില്ല, അതിനുള്ള ഡ്രൈ ഷീറ്റ്. ഇതൊക്കെ നമുക്ക് ഡ്രൈ ഷീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് പല സൈറ്റിലും മേടിക്കാൻ കിട്ടും കേട്ടോ. ഇപ്പോൾ മീഷോയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അങ്ങനെ പലയിടത്തുനിന്ന് മേടിക്കാൻ പുറത്തുനിന്ന് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാൻ, പുറത്ത് പോകാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് ഇതൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന പേജിൽ നിന്നാണ്. ഇനിയിപ്പോൾ അവരുടെ പേജിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം. നമ്മൾ ഓൾറെഡി ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ, ഭയങ്കര ക്വാളിറ്റി ഐറ്റംസ് ആണ്. പിന്നെ നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് കുഞ്ഞു ടവൽ കേട്ടോ. എന്തായാലും ആവശ്യം വരും, കാരണം ബേബി പാലൊക്കെ കുടിച്ച് അഥവാ തേട്ട് വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കും. അത് എല്ലാ പ്രാവശ്യവും നമ്മൾ മേടിക്കുന്നൊരു സംഭവം തന്നെയാണ്, കുറച്ച് ടവൽസ്. പിന്നെ ഇത് നമുക്ക് ബേബിയുടെ ആ ഒരു ബേബി ബെഡിൽ വിരിക്കാനുള്ള കുറച്ച് കട്ടിയുള്ള ഒരു ടർക്കി, സോഫ്റ്റ് ആയിട്ട് ബേബിക്ക് കിടക്കാനുള്ള 2 ടർക്കികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ബേബിയുടെ എന്താ പറയുക ക്ലോത്ത് നാപ്പീസ് ആണ് കേട്ടോ. ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ അലക്കി ഡെറ്റോളിലൊക്കെ മുക്കി ഉണക്കി വെച്ചിട്ടുള്ള സാധനമാണ്. പുതിയത് വന്നിട്ടുള്ള ഒരു പാക്ക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് സംഭവം, ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പല ആൾക്കാരേ തുണി മേടിച്ചാൽ മതി അറിയാം, പക്ഷെ അത് വൃത്തിയില്ല. ഇങ്ങനത്തെ ഇതെന്താ വെച്ചാൽ കുട്ടിയുടെ ഫ്രണ്ടിൽ വയറിന്റെ അവിടെ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും തുണി കെട്ടുന്ന സമയത്ത്. അതെ, തുണിയുടെ വൃത്തിയായിട്ട് എടുക്കും, ഒരു കംഫർട്ട് ചെയ്യാത്ത പോലെ കാണുന്നവർക്ക്. അതിന് എടുക്കുമ്പോ അതിന് ബുദ്ധിമുട്ട്, നല്ല സുഖം. ഇതാവുമ്പോ ഇങ്ങനെ അതെ. അപ്പൊ അതിനകത്ത് നമുക്ക് റേറ്റ് ഒന്നും ഇല്ല, ഇല്ല അതിൽ 200 250 അങ്ങനെയാണ് 12 എണ്ണത്തിന്റെ പാക്കിന് വരുന്നത്. നമ്മൾ അങ്ങനെ വാങ്ങി, ഇത് ഞാൻ അലക്കിയിട്ടില്ല, അത് പിന്നെ വീട്ടിൽ വന്നിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചതാണ്.
പിന്നെ അതിൽ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ക്ലോത്ത് ഇങ്ങനെ എന്താ പറയുക പാഡ് പോലെ ഇങ്ങനെ മടക്കി അയൺ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെച്ചാൽ നമുക്ക് സൗകര്യമാണ്, അത് എടുത്ത് വെച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഫസ്റ്റ് ആ ഒരു ഡേയിലൊക്കെ 1-2 ദിവസം ഫസ്റ്റ് ആ 1ാമത്തെ 2ാമത്തെ ദിവസമൊക്കെ കുട്ടിക്ക് എന്താ പറയാ ഈ പ്ലാസ്റ്റിക്കിന്റെ എന്താ ഡയപ്പർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് വെച്ചിട്ടുള്ളത്. കുട്ടികൾ ഫ്രീ ആയിട്ടിരിക്കട്ടെ അല്ലേ ഫസ്റ്റ് ദിവസങ്ങളില്. പിന്നെ ഇത് തക്കുടുവിന് വാങ്ങിച്ചില്ല 2 സോക്സ് ആണ് കേട്ടോ. ഇത് തക്കുടു യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വെറുതെ എടുത്ത് വെച്ചതാണ്. നമ്മളിപ്രാവശ്യം നമ്മൾ ഇങ്ങനെ സോക്സ് വാങ്ങിയിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വെച്ചിട്ട് വെറുതെ 2 വെച്ചേ ഉള്ളൂ. ഒരാൾ എപ്പോഴും ഒരു പാത്രം പിടിച്ചിങ്ങനെ വരും. എന്താ വരുന്നത് പാത്രം പിടിച്ചിട്ട് എപ്പോഴും കണ്ട എപ്പോഴും അവൾക്ക് ബേക്കറി വേണം. ബേക്കറി കഴിക്കാൻ പാടില്ലല്ലോ. നീ ഇല്ല വീഡിയോ എടുക്കാൻ? തക്കൂടെ വീഡിയോ എടുക്കല്ല, തക്കൂട് കലിപ്പിലാണ്. ഇതാ വരുന്നു. അയ്യോ മുടി തക്കൂട് കലിപ്പിലാണ്. പിന്നെ തൊപ്പി അങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെ കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസ് എൻ്റെ ഇതെല്ലാം അതിലുണ്ടായിരുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയൊന്നും ചില കുട്ടികളൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ 2 മക്കളും തൊപ്പിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കയ്യിലിടുന്ന ആ സംഭവമില്ലേ എന്താണ് മിറ്റൻസ് അതങ്ങനത്തെ സാധനങ്ങളൊന്നും അവരതൊക്കെ ഇങ്ങനെ അവരെന്നെ വലിച്ചിടും അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ഇതിലൊന്നും വലിയ പ്രതീക്ഷ ഇല്ല, എന്നാലും ഇരിക്കട്ടെ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ പോപ്പീസിന്റെ ഡയപ്പർ പാൻസ് ഇട്ടാ. ഫസ്റ്റ് നമ്മൾ ബേബീസിന്റെ ഡയപ്പറൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഈ ഓൺലൈനിൽ നിന്നൊക്കെ കിട്ടണ ചീപ്പ് റേറ്റിന് കിട്ടണ ക്വാളിറ്റി കുറഞ്ഞുള്ള സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക. കാരണം അവരുടെ സ്കിന്ന് എന്ന് പറയുന്നത് അത്രയും ഇതാണ്. ഇപ്പൊ അത് പോപ്പീസ് പറഞ്ഞിട്ട് പോപ്പീസ് തന്നെ വാങ്ങണമെന്നില്ല കേട്ടോ. നമുക്കിത് അവർ സെൻഡ് ചെയ്ത് തന്നത് നല്ല ബ്രാൻഡ് ഏതാണെന്നുണ്ടെങ്കിലും അതെ പ്രശ്നം വരാത്ത രീതിയിൽ നല്ല ബ്രാൻഡിന്റെ നോക്കിയിട്ട് നിങ്ങൾ തന്നെ വാങ്ങിക്കുക. അതെ അത് പൈസ നോക്കട്ടെ. ബ്രാൻഡ് ക്വാളിറ്റി കൂടുമ്പോൾ പൈസ എന്തായാലും കൂടും. ഇപ്പൊ നമ്മുടെ എന്താ പറയുക പുതിയ ബിസിനസ് നമ്മള് നൈറ്റീസിന്റെ ബിസിനസ് തുടങ്ങിയ സമയത്ത് ആൾക്കാർ വില കുറയോ എന്നിങ്ങനെ നമുക്ക് എൻക്വയറീസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് വില കുറവാണ്. അല്ല ഒരു നൈറ്റിക്ക് 600 സംതിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാധാരണക്കാർക്ക് ഇപ്പൊ 200-300 നൈറ്റീസ് മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ 600 നൈറ്റിയോ എന്ന് ചോദിക്കും. കാരണം ഇതിന്റെ നമ്മുടെ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ്, ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. അതുകൊണ്ടാണ് 600 സംതിങ് നമുക്ക് വരുന്നത്. പൊതുവെ സാധാ മാക്സിക്കാണ് ഈ 300-200 മാക്സി റേറ്റ് ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ കൊറിയൻ സ്റ്റൈല് സാധനമാണ്, ട്രെൻഡി ടൈപ്പാണ്. പിന്നെ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ആ ഒരു റേറ്റില് എന്നിട്ടും അഫോർഡബിൾ. ഒരിക്കലും നമുക്ക് ഒരു ഷോപ്പിൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ 600 സംതിങ്ങിനും ഇത് കിട്ടില്ല. എന്തായാലും 1000ന്റെ മേലെ പോകും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ക്വാളിറ്റി കൂടുമ്പോ വില എന്തായാലും കൂടും. അപ്പോ അത് പിന്നെ വന്നിട്ട് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം വെറ്റ് വൈപ്സ്. കുഞ്ഞാവനെ നമ്മളെപ്പോഴും ഒന്ന് വെള്ളത്തിൽ മുക്കി എടുക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ വൈപ്സ് വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുന്നത് തന്നെയാണ്. അപ്പൊ ഒരു വെറ്റ് വൈപ്പും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചിട്ട് വെച്ചോളൂ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കുഞ്ഞുമാവയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഞാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ഓർമ്മിപ്പിക്കണം കേട്ടോ. ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. ഇനി അവിടുന്ന് വേണമെങ്കിൽ കുറച്ചും കൂടെ ഡയപ്പേഴ്സ് ഒക്കെ ചിലപ്പോൾ വാങ്ങിക്കേണ്ടി വരും. ഡയപ്പർ പാൻസ് ഒക്കെ വാങ്ങിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. ബാറ്ററി മാറ്റട്ടെ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം കാണിക്കാൻ മറന്നു കേട്ടോ. അത് ബേബി കെയർ കിറ്റാണ്. ഇത് ചില കുട്ടികൾ ജനിച്ച് വരുന്ന സമയത്ത് തന്നെ അവർക്ക് നല്ല നഖം ഉണ്ടാവും, അതുപോലെ നല്ല ഹെയർ ഒക്കെ ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവരിപ്പോൾ ഈ നഖം വെച്ചിട്ട് അവരുടെ മുഖത്ത് തന്നെ മാന്തി മുറിവെക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് നൈൽ കട്ടറും അതേപോലെ ആ ഷാർപ്പുള്ള നൈലൊക്കെ ഒന്ന് ഇങ്ങനെ ഇതാക്കാനുള്ള സംഭവമൊക്കെ ഉള്ള ഒരു ബേബി കെയർ കിറ്റാണ്. പിന്നെ അതിനകത്ത് കോംപ് വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കിടക്കുമ്പോൾ അവരുടെ ഹെയറൊക്കെ കെട്ടി കുടുങ്ങി പിന്നെ അത് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊരു ബേബി കെയർ കിറ്റും കൂടെ കയ്യിൽ കരുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ
ഇത് വന്നിട്ട് ഇത് ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകണില്ല, അത് ആവശ്യമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാം. നമ്മുടെ തുണിയുടെ ഡൈപ്പർ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണില്ല, വീട്ടിലൊക്കെ വന്നിട്ട് ബേബി ഒന്ന് കുറച്ചൊരു വലിപ്പമൊക്കെ ആയതിനു ശേഷമൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു സംഭവം കൂടെ ഉണ്ട്. പിന്നെ ആ പാത്രം എടുത്താണ്, അതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ആ പാത്രം, സ്റ്റീൽ പാത്രം, അതും അതിലൊരു സ്പൂൺ ഉണ്ടാവും ആ സൈഡിലിരിക്കും. പിന്നെതാ ഇത് ഞങ്ങൾ 2 ബേബീസിനും ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അത് നമ്മുടെ അടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോൾ വാങ്ങിക്കാൻ പറയും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെ നിന്ന് കിടന്ന് ഓടണ്ട അല്ലേ. ഇത് കാക്കു ഒന്ന് കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇതാണ് പാത്രമായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സിസേറിയൻ ആണല്ലോ, അപ്പോൾ സിസേറിയൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു മണിക്കൂറിലൊന്നും നമുക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല. എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അവിടുന്ന് ഫോർമുല മിൽക്കായിരിക്കും അവർ തരുന്നുണ്ടാവുക. അപ്പോൾ അത് ഈ കുഞ്ഞി പാത്രത്തിൽ മേടിച്ചിട്ട് അവരതിനകത്ത് പറയും, പാത്രമൊക്കെ കുഞ്ഞു സ്പൂണൊക്കെ മേടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സ്പൂണും ഇതുമാണ്. പിന്നെ ഇങ്ങനെ ഒരു കൊടുക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്, വായിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇത് തന്നെയാണ് കേട്ടോ. കുഞ്ഞിന് നല്ല ചെറിയ സ്പൂൺ ആയതുകൊണ്ട് നന്നായിട്ട് കുടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനൊരു സാധനം കൂടെ കരുതി വെക്കുക. ഫസ്റ്റ് ഡെലിവറി ആണെങ്കിൽ സിസേറിയൻ ആണോ നോർമൽ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കരുതി വെക്കുന്നത് നല്ലതാണ്, അപ്പം കിടന്ന് ഓടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളെപ്പോഴും കൊണ്ടുപോകും. ഇത് കുഞ്ഞാറ്റയ്ക്ക് വാങ്ങിയതാണ്, തക്കുടൂനും കുഞ്ഞാറ്റയ്ക്കും തക്കുടൂനും ഒക്കെ ഉപകാരപ്പെട്ടതാണ്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര സാധനമാണ് കുഞ്ഞാവയ്ക്ക് വേണ്ടിയുള്ള ഈ ഒരു ബോക്സിൽ നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത്. ഇനി എൻ്റെ ഇതൊക്കെ ചിക്കി പരത്താൻ കുഞ്ഞാവയ്ക്ക് പാൽ കുടിക്കാനുള്ള. അപ്പോൾ ഇനി നീ പാൽ കുടിച്ചിരുന്നത് ഓർമ്മണ്ടാ? അപ്പൊ നീ നിന്റെ ഇത് ഞാൻ ടർക്കി ഞാൻ വെറുതെ വെച്ചാണ്, അവിടെ ഇരിക്കട്ടെ. അല്ല, ഇത് ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വെച്ചിട്ടല്ലേ. ഇപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ കാക്കുന് ഇങ്ങനെ വരുമ്പോ ഓരോന്ന് കൊണ്ടുവരാനുള്ളതേ ഉള്ളൂ. ടർക്കിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ, ഇതെന്താന്ന് നമ്മുടെ അടുത്ത് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷക എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നുള്ളത്. അപ്പം അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇത് ഞാനിപ്പോഴാണ് വയറ് കെട്ടുന്നത്. ഇത് ഞാനിപ്പോഴും ഓപ്പൺ ചെയ്ത് നോക്കണുള്ളൂ കേട്ടോ. ഇത് മസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണിത്. കണ്ട, ഇങ്ങനെയാണ് ഇത് വരുന്നത്. കെട്ടാനുള്ള കയറുകൾ ഇവിടെ വരുന്നുണ്ട്, നല്ല വലുപ്പം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇത്? നിനക്കുള്ളതല്ല, മമ്മിക്ക് തുറക്കാനാ. തുറക്കാനാ. കാ മാത്രമേ ഉള്ളൂ, തുറക്കാന്നുള്ളത് കാ മാത്രമേ ഉള്ളൂ, തുറ ഇല്ല. കാക്കു നോക്കിയേ, ഇത് വന്നിട്ട് പ്യോർ നമ്മുടെ എന്താ പറയാ കോട്ടന്റെ ആ ഒരു ഈ സാധനത്തിന്, ഈ ഒരു ക്ലോത്തിന് എന്തോ പറയും. കോട്ടൺ ആണ്, നമ്മളിത് കരിമ്പൻ അടിച്ച രീതിയിലാന്ന് വിചാരിക്കും. എന്താ പിന്നെ പറയാ, പണ്ട് തോർത്ത് ഗാദി അതൊന്നല്ല, ഈ തോർത്തൊക്കെ വരുന്നൊരു ഇതുണ്ടല്ലോ, ഇതിലത്തെ നല്ല അതിന്റെ പേര് എനിക്കറിയില്ല. കണ്ടോ, നമ്മള് ഇങ്ങനെ പൊടി ഇങ്ങനെ കരിമ്പടിച്ചതാന്ന് വിചാരിക്കുന്ന ടൈപ്പ് ഒരു സാധനമാണ്, ഒരു ക്ലോത്ത് ആണിത്. കോട്ടന്റെ തന്നെ ഒരു പ്യുവർ മെറ്റീരിയൽ. ഇവിടെ നല്ല സോഫ്റ്റ് അല്ലേ? ഇവിടെ പഞ്ഞി വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ വയറിൽ കെട്ടുന്ന ആ ഒരു ഭാഗത്ത് പഞ്ഞിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് സിസേറിയൻ കഴിഞ്ഞവർക്കാണെങ്കിലും അല്ലെങ്കിൽ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കാണെങ്കിലും ഒക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എൻ്റെ 2 സിസേറിയൻ കഴിഞ്ഞ സമയത്ത് എനിക്ക് നമുക്ക് സിസേറിയൻ കഴിഞ്ഞിട്ട് എണീക്കുന്നൊരു എണീക്കലുണ്ട്, ഫസ്റ്റത്തെ ഒരു എണീക്കൽ. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ചെരിഞ്ഞൊക്കെ എണീക്കുമ്പോൾ നമ്മുടെ കാല് വയറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഇങ്ങനെ ആടി കളിക്കും. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ഒച്ചപ്പാടുണ്ടാക്കല്ലേ, മമ്മി പറയട്ടെ. അപ്പോൾ എന്താ പറയുക, ഞാൻ വന്നിട്ട് ഷോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടാണ് ഞാൻ അന്ന് എണീറ്റിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ അന്നും ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്, നിറയെ മാർക്കറ്റിലും എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്തായാലും വാങ്ങിച്ച് വെക്കുക. പിന്നെ ഈ നോർമൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ വയറ് കെട്ടാൻ, നോർമൽ കോട്ടൺ ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് വയറ് കെട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. സിസേറിയൻ്റെ ആൾക്കാർക്ക് അങ്ങനെ വയറ് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു കെട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കംഫർട്ട് ഫീലാണ്. ഇനിയിപ്പോൾ അങ്ങനെ വയറ് കെട്ടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വേറൊരു സാധനം ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം.
ഇത് ഒരു എന്താ പറയുക, നമ്മുടെ പ്രഗ്നൻറ്റ് ലേഡീസ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും ഇനി ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സിസേറിയൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡെലിവറി, സോറി ഞാൻ എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് ഞാൻ സിസേറിയൻ തന്നെയാണ് പറയുന്നത്, ഡെലിവറി കഴിഞ്ഞിട്ടും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ്റിയാണ്. അതായത് നമ്മളെ വയറിന് ഹൈ വേസ്റ്റ് ആയിട്ട് കയറി കിടക്കും. അപ്പോൾ വയറിന് നല്ലൊരു സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ ഇതിൽ പിക്ചറിലുള്ള ആൾ പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞാൽ നമ്മൾ ആ വയറ് അതേപോലെ തന്നെ ഉണ്ടാവും. ഒരു 5 മാസത്തിൻ്റെ വയറ് നമുക്ക് അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പം അത് ഈ തൂങ്ങി എവിടെയും കൊണ്ടിടും. അത് കൊണ്ടുപോകാട്ടോ, അത് മേടിച്ചോ. അപ്പം എന്താ പറയാ, ഈ ഒരു പാൻറ് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാപ്പി പെണ്ണ് അപ്പൊ ഈ ഒരു പാൻറ്റിയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിന് ഭയങ്കര സപ്പോർട്ടായിരിക്കും. വയറിന്റെ മേലെ കയറി വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്, ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഇതും. അപ്പൊ ശരിക്കും ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു, പണ്ടത്തെ കാലം അല്ല അങ്ങനെ അവന് ഇതൊക്കെ ഉണ്ടായിട്ടാണോ പണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയല്ലല്ലോ, സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ മാറും അതിനനുസരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര കാത്തൊന്നുമില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാത്തൂന്റെ സൗണ്ട് ഇവിടെ കേൾക്കും. നോ ഗോ നോ പപ്പ കൂട്ടി വാ, പപ്പ വെച്ചരാ, പപ്പ വെച്ചരാ, പപ്പ കൂട്ടി വാ, പപ്പ കൂട്ടി വാ, പപ്പ വെച്ചരാ. തക്കൂട്ടിന്റെ മമ്മി ചീത്ത പറഞ്ഞ താത്തു വെച്ചെന്നില്ല, ചീത്ത പറഞ്ഞ എന്താ പറഞ്ഞേ? കരയണ്ട കരയണ്ട. കാർട്ടൂണൊക്കെ വെച്ചിട്ട് സെറ്റാക്കി. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ല തക്കുടിന് എന്നിട്ട് സ്കൂളിൽ പോയി. അതെ. അപ്പോൾ ഇതിന്റെ റേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പല സൈറ്റിലും ഇപ്പോൾ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ 200, ഇപ്പോൾ മീഷോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 200 സംതിങ്ങിനൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഇതിന് 400 സംതിങ് ആണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ക്വാളിറ്റി ബേസിൽ ഇതും പറഞ്ഞ പോലെ തന്നെ റേറ്റ് മാറും. ഇനിയിപ്പോൾ ക്വാളിറ്റി വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് യൂസ് ചെയ്താൽ മതി എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീഷോയിലൊക്കെ അപ്പോൾ എന്താ പറയുക, വയറ് കെട്ടുന്ന ഒരുപാട് സാധനങ്ങൾ ഇതേമാതിരി ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്യും. ഇത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് യൂസ് ചെയ്യും. പിന്നെ സിസേറിയൻ കഴിഞ്ഞ ആൾക്കാരൊന്നും വയറ് അത്ര ടൈറ്റായിട്ട് കെട്ടുന്ന വയറ് കെട്ടുക എന്ന് പറയുന്നത് അത് എന്താ പറയുക, ആരും ഡോക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെ ആരും അത് പറയാത്തൊരു കാര്യമാണ്. പക്ഷെ എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ടൈറ്റ് അല്ലാണ്ട് ആ ഒരു ലൂസായിട്ട് ഞാനിത് എന്തായാലും ഞാൻ കെട്ടും. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഷോൾ വെച്ചിട്ടൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇത് പിന്നെ വന്നിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു എന്താ ഇതിന് പറയുക, പ്രഗ്നൻസി പാൻറ്റീസ്, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 210 ആണ് കേട്ടോ. അതൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. നമ്മൾ റേറ്റ് കുറവിന് ഇപ്പോൾ നോർമലി നമ്മൾ പാൻറ്റീസൊക്കെ വാങ്ങുന്ന പോലെ 100 രൂപയ്ക്കോ 80 രൂപയ്ക്കോ ഒന്നും കിട്ടൂല. കാരണം ഇതൊക്കെ ഒരു പെർട്ടിക്കുലർ ഇതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെ ക്ലോത്തിൻ്റെ ക്വാളിറ്റി പിന്നെ അതിൻ്റെ ഡിസൈൻ അതൊക്കെ വെച്ചിട്ട് റേറ്റ് ഉണ്ടാവും. അപ്പോൾ 210 രൂപയാണ് ഇതിന് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഞാൻ 2 പുതിയ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ചെരുപ്പൊക്കെ കുറച്ച് ഹീലുള്ളതാണ്. അപ്പോൾ എനിക്ക് എന്തായാലും നമ്മളിപ്പോൾ സിസേറിയൻ കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമ്മൾ നടക്കാൻ പറയും. ഇപ്പോൾ തക്കുടൂൻ്റെ സമയത്തൊക്കെ എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ട് 2 റൗണ്ട് ഹോസ്പിറ്റലിൽ മൊത്തം നടക്കാനായിരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നടക്കണമെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റും അതേപോലെ ഗ്രിപ്പും ഉള്ള ചെരുപ്പുകൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചെരുപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത് വാങ്ങിക്കുക. പിന്നെന്താ പിന്നെ ഇത് വന്നിട്ട് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് ഡിസ്പോസിബിൾ പാഡ്സ് ആണ്, പാൻറ്റി പാഡ്സ് എന്ന് പറയും. അതായത് ഫസ്റ്റ് ഡേ ഒക്കെ നമുക്ക് ഇപ്പോൾ നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഫസ്റ്റ് ഡേയിലൊക്കെ നമുക്ക് ഏറ്റവും ബെറ്ററാണ് ഇങ്ങനത്തെ ഡിസ്പോസിബിൾ പാൻറ്റി പാഡ്സ്. കാരണം കുറേ ഈ ബ്ലഡ് ആണെങ്കിലും കുറേ അബ്സോർബ് ചെയ്യും. അത് 5 ലിറ്ററോളം ഇതിനകത്ത് ബ്ലഡ് അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ദിവസമൊക്കെ നമുക്ക് ഇതന്നെ യൂസ് ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് സിസേറിയൻ കഴിഞ്ഞ ലേഡീസിന് എണീറ്റ് പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് നോർമൽ പാഡ് മാറ്റുക എന്നുള്ളത് എനിക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു ദിവസത്തിന് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ പിന്നെ ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ അവർ സെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിലും നമ്മൾ എന്തായാലും വാങ്ങുന്ന സാധനങ്ങളിൽ ഒന്നാണ് ഇതൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ വെക്കേണ്ട സംഭവമാണ്. ഇപ്പോൾ നോർമൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇതെന്തായാലും ആവശ്യമുള്ള സാധനം തന്നെയാണ്.
ഇനിയിപ്പോൾ അതല്ല ഞങ്ങൾ സാധാരണ പാഡ് ഞങ്ങൾ പോയി മാറ്റിക്കോളാം എന്നാണെങ്കിൽ അതിൽ അതൊക്കെ നമ്മുടെ ഓരോ കംഫർട്ടിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ ഇത് നോർമൽ പാഡ്സ്. കാരണം ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാവുമ്പോൾ എന്നും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അതെ ചെറിയൊരു പാക്കിന് വന്നിട്ട് 210 രൂപയാണ് വരുന്നത്. ബ്രാൻഡിനനുസരിച്ച് റേറ്റ് മാറുമോ എന്നുള്ളത് എനിക്കറിയില്ല. 210 രൂപയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കോളണമെന്നില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു 1-2 ദിവസത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇത് വന്നിട്ട് കെയർ ആൻഡ് സേഫിൻ്റെ പാഡ്സ് ആണ്. ഇത് ഞാൻ മുന്നേ നമ്മളിതിൻ്റെ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ഉപയോഗം അല്ലേ വന്നിട്ടില്ല. അപ്പോൾ നമ്മളിതും ഹോസ്പിറ്റൽ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ നമ്മൾ ആഡിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിങ്ക് കൊടുത്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ. ആഡ് കണ്ടാൽ മതി. നല്ല ഉപകാരപ്പെടുന്ന ഒരു സാധനം. അതെ നല്ല ഉപകാരമുള്ള സംഭവമാണ്. നല്ല സാധനം. അബ്സോർപ്ഷൻ ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതെന്തായാലും ഇതും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മൾ പാൻറ്റീസ്, ബ്രാസ്, അങ്ങനെയുള്ള നമ്മളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള പാൻറ്റീസൊക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് കുറച്ച് ഹൈ വേസ്റ്റ് ആയിട്ടുള്ളത് വാങ്ങിക്കുക. ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ എന്തായാലും നമ്മളിതൊക്കെ പുതിയ സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ നമുക്ക് കംഫർട്ടും കൂടെ നോക്കിയിട്ട് കുറച്ച് ഹൈ വേസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ വയറിനൊരു സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് സിസേറിയൻ കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ സിസേറിയൻ്റെ സ്റ്റിച്ചിൻ്റെ ഭാഗത്തൊന്നും ഈ എലാസ്റ്റിക് ഒന്നും കൊണ്ടുപോയി ഇടാതിരിക്കുക. കുറച്ച് വയറിൽ കയറി കിടക്കുന്ന രീതിയിലുള്ള പാൻറ്റീസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഇത് കുഞ്ഞാവയുടെ ഒരു ഡ്രസ്സിനകത്ത് ഞാൻ വെച്ചാണ് കേട്ടത്. തക്കുടുവിൻ്റെ ഡ്രസ്സാണ്. തക്കുടു ഇത് ഇട്ടിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ തണുപ്പേറ്റ വരികയാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്വെറ്റർ പോലത്തെ ഒരു ഡ്രസ്സാട്ടോ. അത് ഞാൻ വെച്ചിട്ടുണ്ട് വെറുതെ. പിന്നെന്താ ഓവർ തണുപ്പാണെങ്കിൽ പിന്നെ ഞാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക എനിക്കുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. നമ്മുടെ ബ്രാൻഡിൻ്റെ തന്നെ ഡ്രസ്സുകളാണ് വെച്ചിട്ടുള്ളത്. ഫയറി ടച്ച് ബൈ പ്രിയ റസാക്കിൻ്റെ ഡ്രസ്സുകൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതാ തോർത്ത് പിന്നെ ബ്രഷ്, അങ്ങനത്തെ സാനിറ്ററി ഐറ്റംസ് അതൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത്. പിന്നെ നമുക്ക് വേറെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ സാധനങ്ങളും കൂടെ നമ്മൾ ആക്കി വെക്കണം. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ തുറന്ന് കാണിക്കാം. നിങ്ങളുടെ ഡ്രസ്സ് വെച്ചില്ലേ? അതെ. അപ്പോൾ വേറെ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും കൂടെ നമ്മൾ കരുതുന്നുണ്ട്. മാക്സിമം നമ്മൾ വെക്കുമ്പോൾ ഇപ്പോൾ തക്കുടൂൻ്റെ ഡ്രസ്സുകൾ മൊത്തം ഹോസ്പിറ്റലിലേക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ മൊത്തം ഞാൻ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ വെക്കുക. ഹെവി ഡ്രസ്സുകൾ വെക്കാണ്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അതെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ വെക്കുക. അപ്പോൾ കുഞ്ഞാറ്റയുടെയും തക്കുടൂൻ്റെയും ഫുൾ സെറ്റ് ഡ്രസ്സുകൾ ഞാൻ ഇതിനകത്ത് ആക്കി വെച്ചു ഹോസ്പിറ്റലിലേക്ക്. നമുക്കറിയാം നോർമൽ ഡെലിവറി പോലെ തന്നെ എന്താ പറയുക വ്യത്യാസം നമുക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് ഓടിപ്പോരാൻ പറ്റില്ല. സിസേറിയൻ ആകുമ്പോൾ എന്തായാലും ഒരു 4 ദിവസം നമ്മൾ കിടക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു 4 ദിവസത്തേക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ അതെ അതാണ് നമ്മുടെ പോളിസി. യെസ്. അപ്പോൾ അത് 4 ദിവസത്തേക്ക് 2 മക്കൾക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ. പിന്നെ അത് തക്കുടു ഒക്കെയാണ്. അപ്പോൾ തക്കുടുവിന് ഇത് ഒരു ടോയ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതെ. പിന്നെ കുഞ്ഞാറ്റയുടെ ബുക്സും കൂടെ വെക്കാണ്ട്. കാരണം എക്സാമിൻ്റെ ടൈമാണ്. അപ്പോൾ അവിടുന്ന് പറ്റുന്ന പോലെയൊക്കെ അവർക്ക് പഠിക്കാനും. പിന്നെ അറിയാലോ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ വലിയ രീതിയിൽ മൊബൈലൊന്നും കൊടുക്കില്ല. അപ്പോൾ അപ്പോൾ മൊബൈലൊന്നും നമ്മളങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ബോറടി വരാത്ത രീതിയിൽ ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഡ്രോയിങ് ബുക്ക്, കളർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇനി വേറൊരു ബാഗിലാക്കിയിട്ട് ഇതിനകത്ത് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബാഗിലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പഴയ പോലെ വെക്കുക. പിന്നെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പാത്രങ്ങളൊക്കെ നമ്മുടെ സെക്ഷനാണ്. അതൊക്കെ അമ്മ എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും 12-ാം തീയതിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഡേറ്റ് ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ ഒന്നും കുഴപ്പമൊന്നും ഇല്ല എന്നാണെങ്കിൽ നമ്മൾ 12-ാം തീയതി എന്നുള്ള രീതിയിൽ ഡിസംബർ 12-നാണ്. കുറേ ആൾക്കാർക്ക് ചോദിക്കുകയാണ് എന്നാ ഡേറ്റ് എന്നുള്ളത്. 12-ാം തീയതിയാണ് ഡേറ്റ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എന്താ പറയുക. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോയിൽ പറയാനുള്ളത് അല്ലേ? അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഒരു സാധനം പറയുന്നത് ക്യാമറമാൻ റസാക്കിനൊപ്പം പിന്നെന്താണ് യൂട്യൂബർ പ്രിയ. അപ്പോൾ നിങ്ങൾ യൂട്യൂബർ അല്ലേ? ഞാൻ യൂട്യൂബർ, ഞാൻ ക്യാമറമാൻ. ഇത് വലിയ വീഡിയോ ഉണ്ടാവില്ലേ?
വലിയ വീഡിയോ ഉണ്ടാവും. എന്നാലും ആൾക്കാർ കാണും, ആൾക്കാർക്ക് ഇഷ്ടമുള്ള സംഭവം സംഭവമല്ലേ. എന്ന് വിചാരിക്കുന്നു. അതെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ. ബൈ ബൈ.